അപ്പോൾ ഗോവയിലെ ആദ്യത്തെ ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. വിത്ത് പൂളാണ്. പിന്നെ പൂളിലൊന്നും ഇറങ്ങേണ്ട ടൈമൊന്നും നമുക്ക് കൂടുതൽ കിട്ടില്ല, കാരണം എത്തുമ്പോൾ തന്നെ ടൈമായി. പിന്നെ ഒരു ചായ കുടിക്കാതെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് പോയപ്പോൾ ആദ്യം കിട്ടിയത് ബാറിൻ്റെ മെനു ആയിരുന്നു. പക്ഷെ നമ്മൾ നല്ല ചായയും സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. കാരണം ഒരു ചായ, ഒരു ഈവനിങ്ങിലുള്ള ഒരു ചായ കുടിക്കുമ്പോൾ കുറച്ചൊരു നല്ലൊരു റിലാക്സേഷനാണ്, കുറച്ച് ക്ഷീണമൊക്കെ മാറി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ നൈറ്റിലത്തെ ഫുഡ് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പാക്കേജിൻ്റെ ആൾക്കാർ, നമ്മളെ ട്രാവൽ ഏജൻസി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 2 ചപ്പാത്തി, ഒരു പൊറോട്ട, ഗീ റൈസ്, ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മളൊന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് പുറത്ത് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും കൂളായി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അവിടെ കണ്ട മെയിനായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അവിടെ മാർക്കറ്റൊക്കെ നമ്മളൊക്കെ പോലെ തന്നെ, പക്ഷേ ടിറ്റോസ് ലൈൻ എന്ന് പറയുന്ന മെയിനായിട്ടുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. ബാഗ ബീച്ചിൽ നിന്നൊക്കെ 10 മിനിറ്റ് ദൂരെ നമ്മുടെ റൂമിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പബ്ബിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബെറ്റർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പബ്ബ് തപ്പി നമ്മളിങ്ങനെ നടക്കുകയാണ്. കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, ലാംഗ്വേജ് ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ ടൂർ ഗൈഡൊന്നും നമ്മുടെ കൂടെ രാത്രി ഉണ്ടായിട്ടില്ല, പകൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് പാക്കേജിലുള്ളതല്ല. അപ്പോൾ ബാക്കിയുള്ള പബ്ബിൽ പോയ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.